രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് അർജന്റ് ആയിട്ട് ഒരു ഓർഡർ വേണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുകൊടുത്തതിന്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഞാൻ പോകുന്ന സ്ഥലവും കുറച്ച് വെറൈറ്റിയാണ്. തിരുവനന്തപുരത്ത് അധികം ആർക്കും അറിഞ്ഞുകൊടുത്ത എന്നാൽ അത്രയും പീസ്ഫുൾ ആയ ഒരു സ്പോട്ട്. ഇവർക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനായിട്ട് അർജന്റ് ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എല്ലാം കൂടെ 10 ടീഷർട്സ് ഉണ്ട്. ഞാൻ ഏകദേശം 2 മണി തൊട്ട് 3 മണി വരെ ഒറ്റ നിപ്പ് നിന്നാണ് ഇത് മൊത്തം പ്രിന്റ് ചെയ്ത് തീർത്തത്. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. കാര്യം നമുക്ക് എത്ര ഡിഫിക്കൽട്ടായ ഓർഡേഴ്സ് ആയാലും എത്ര ചലഞ്ചിങ് ആണെങ്കിലും എല്ലാ ഓർഡേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും, അതും കറക്റ്റ് ടൈമിൽ. എന്നാൽ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഈ കാലത്ത് നമുക്ക് കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. എത്ര അർജന്റ് ആയാലും ഏത് സമയത്തായാലും നമ്മളെ ഏൽപ്പിച്ച കാര്യം നടക്കും. നമ്മളെ ട്രസ്റ്റ് ചെയ്യാന്നൊരു വിശ്വാസം കസ്റ്റമറിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അങ്ങനെ പ്രിന്റ് ചെയ്ത് പാക്ക് ചെയ്ത് അവനെ വിളിച്ചുകൊണ്ട് ഓർഡർ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പ്ലേസ് എന്നത് ഒരു റിട്രീറ്റ് ആണ്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നമുക്ക് യൂഷ്വലി കസ്റ്റം ഓർഡേഴ്സ് ചെയ്യാനായിട്ട് 4 ദിവസം വേണം. ഇവര് നമ്മുടെ ഫ്രീക്വന്റ് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഡിസൈൻസ് ഒക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ഡെലിവറി ചെയ്തു. പ്രൈവസി ഇഷ്യൂസ് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ റൈറ്റ് ടൈമിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിൽ ഒരു ചായ കുടിച്ച് വീട്ടിൽ